Hello, children, welcome to teachenglish.com. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യ യൂണിറ്റിലെ ഒന്നാമത്തെ ലെസണ് ദ കിസ്സിംഗ് ഹാൻഡ് എന്ന സ്റ്റോറിയിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളും വിവിധ ആക്ടിവിറ്റികളുമാണ് ഈ വീഡിയോയിൽ നൽകുന്നത്. ഈ വീഡിയോയിൽ AI വോയിസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുകയും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലില് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഷെയർ ചെയ്തു കിട്ടാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലില് ജോയിൻ ചെയ്യുക. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഏത് ജില്ലയിൽ നിന്നാണെന്ന് കമന്റ് ചെയ്യുക. Let's answer the short questions. 1. Chester doesn't want to go to school. Why? ചെസ്റ്റർ സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ്? Chester doesn't want to go to school because he wants to stay home, play with toys, swing, read books, and be with his mother. ചെസ്റ്റർ സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കാത്തതിന് കാരണം അവന് വീട്ടിലിരിക്കാനും കളിപ്പാട്ടങ്ങളെടുത്ത് കളിക്കാനും ഊഞ്ഞാലാടാനും പുസ്തകങ്ങൾ വായിക്കാനും അമ്മയോടൊപ്പം ആയിരിക്കാനും താൽപ്പര്യപ്പെടുന്നതിനാലാണ്. 2. If you were in Chester's place, what would you do? ചെസ്റ്ററിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? If I were Chester, I would feel sad to leave home. ഞാൻ ചെസ്റ്റർ ആയിരുന്നെങ്കിൽ വീട് വിട്ടു പോകാൻ എനിക്ക് സങ്കടം തോന്നുമായിരുന്നു. But I would listen to my mother and try to enjoy school. പക്ഷേ എന്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് സ്കൂൾ ജീവിതം ആസ്വദിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. 3. Chester's mother told him the old secret. What may be the secret? ചെസ്റ്ററിന്റെ അമ്മ അവനോടൊരു പഴയ രഹസ്യം പറഞ്ഞു. ആ രഹസ്യം എന്തായിരിക്കാം? The secret is called the kissing hand. ആ രഹസ്യത്തെ കിസ്സിംഗ് ഹാൻഡ് എന്ന് വിളിക്കുന്നു. The kissing hand is when his mother kisses his hand, അമ്മ അവന്റെ കൈയില് ചുംബിക്കുന്നതാണത്. and the kiss helps him feel loved when he is away. അവൻ അമ്മയില് നിന്ന് അകലെയായിരിക്കുമ്പോൾ താന് സ്നേഹിക്കപ്പെടുന്നു എന്നറിയാന് ആ ചുംബനം അവനെ സഹായിക്കുന്നു. 4. How did Miss Raccoon help Chester overcome his fear? ചെസ്റ്ററിന്റെ ഭയം മറികടക്കാൻ മിസ് റാക്കൂൺ എങ്ങനെ സഹായിച്ചു? She told him school would be fun with new friends and toys. പുതിയ സുഹൃത്തുക്കളും കളിപ്പാട്ടങ്ങളും ഉള്ളതിനാൽ സ്കൂൾ രസകരമാകുമെന്ന് അവൾ അവനോട് പറഞ്ഞു. She gave him a kissing hand to feel loved. കൂടാതെ സ്നേഹിക്കപ്പെടുന്നു എന്ന ബോധമുണ്ടാകാൻ അവൾ അവന് ഒരു കിസ്സിംഗ് ഹാൻഡ് നൽകി. 5. How did Chester feel when he kissed his mother? ചെസ്റ്റർ അമ്മയെ ചുംബിച്ചപ്പോൾ അവൻ എന്തു തോന്നി? He felt happy and warm, knowing she would feel his love too. തന്റെ സ്നേഹം അമ്മയ്ക്കും അനുഭവപ്പെടുമെന്ന് അറിയാമായിരുന്നതിനാൽ അവന് സന്തോഷവും ഊഷ്മളയും തോന്നി. 6. Who are the main characters in the story? കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? The main characters are Chester Raccoon and his mother, Miss Raccoon. ചെസ്റ്റർ റാക്കൂണും അമ്മ മിസ്സിസ് റാക്കൂണുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. 7. Which part of the story do you like the most? കഥയിലെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? Why? I like the part where Chester gives his mother a kissing hand, ചെസ്റ്റർ അമ്മയ്ക്ക് ഒരു കിസ്സിംഗ് ഹാൻഡ് നൽകുന്ന ഭാഗം എനിക്കിഷ്ടപ്പെട്ടു. because it shows his love for her. കാരണം അത് അമ്മയോടുള്ള അവന്റെ സ്നേഹം കാണിക്കുന്നു. Activity 1. Guessing game. Choose some words from the unit and act them out. ഈ യൂണിറ്റിൽ നിന്ന് ചില വാക്കുകൾ തിരഞ്ഞെടുത്ത് അവ അഭിനയിച്ചു കാണിക്കുക. Let your friends guess and find out the words. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആ വാക്കുകൾ ഏതാണെന്ന് ഊഹിച്ചു കണ്ടെത്തട്ടെ. If your friends can guess the word, they will be the winners. If your friends fail to find out the word, you will be the winner. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാക്ക് ഊഹിക്കാൻ കഴിഞ്ഞാൽ അവർ ജയിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്കാവും വിജയം. ക്ലാസ്സിലെ ടീച്ചർ ഈ ഗസ്സിംഗ് ഗെയിം കളിപ്പിക്കും. Activity 2. You have enjoyed reading the story, haven't you? കഥ വായിച്ച് നിങ്ങൾ ആസ്വദിച്ചു, അല്ലേ? In the story, Chester Raccoon experiences different feelings. കഥയിൽ ചെസ്റ്റർ റാക്കൂണിന് വ്യത്യസ്തമായ വികാരങ്ങൾ അനുഭവപ്പെടുന്നു. Some of his feelings are given below in column A. അവന്റെ ചില വികാരങ്ങൾ താഴെ കോളം എയിൽ നൽകിയിരിക്കുന്നു. Match them with the suitable emoji given in column B. കോളം ബിയിൽ നൽകിയിരിക്കുന്ന അനുയോജ്യമായ ഇമോജിയുമായി അവ മാച്ച് ചെയ്യുക.
When he gets new friends, happy face. അവന് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുമ്പോൾ ചെസ്റ്റർ സന്തോഷിക്കും. Fear of new students and teachers, scared face. പുതിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഭയപ്പെടുന്നതിനാൽ അവന് പേടിക്കും. When mother compels him to go to school, crying face. അമ്മ അവനെ സ്കൂളിൽ പോകാൻ നിർബന്ധിക്കുമ്പോൾ അവന് കരയും. When he gets mother's kiss, warm, smiling face. അമ്മയുടെ ചുംബനം ലഭിക്കുമ്പോൾ ഊഷ്മളമായ പുഞ്ചിരിക്കും. Activity 3. Art Gallery. Create imprints of the kissing hand by tracing your hands on a piece of paper. ഒരു കടലാസിൽ നിങ്ങളുടെ കൈ പകർത്തി കിസ്സിംഗ് ഹാൻഡിന്റെ രൂപമുണ്ടാക്കുക. Add a special message on them to show the love and support of your beloved ones. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹവും പിന്തുണയും പ്രകടിപ്പിക്കാൻ അവയിൽ എന്തെങ്കിലും പ്രത്യേക സന്ദേശം എഴുതുക. Color or paint to make them more attractive. അവ കൂടുതൽ ആകർഷകമാക്കാൻ അനുയോജ്യമായ കളറ് നൽകുക. Hold an exhibition in the classroom. ക്ലാസ് മുറിയിൽ അവ പ്രദർശിപ്പിക്കുക. നിങ്ങളുടെ കിസ്സിംഗ് ഹാൻഡിൽ എഴുതിവെക്കാന് പറ്റുന്ന ഏതാനും സാമ്പിള് സന്ദേശങ്ങള് ഇവിടെ നൽകുന്നു. I love you, Mom. Miss you, Daddy. You are my sunshine. Here's a kiss for you. Be happy and smile. You are the best. I am thinking of you. This hand has love in it. You are not alone. Big hug inside this hand. Activity 4. Some events from the story are given below in a jumbled way. കഥയിലെ ചില സംഭവങ്ങൾ കൂടിക്കലർന്ന രീതിയിൽ താഴെ കൊടുത്തിരിക്കുന്നു. You may arrange them properly and write them down in the space provided. അവ ശരിയായി ക്രമീകരിച്ച് തന്നിരിക്കുന്ന സ്ഥലത്തെഴുതുക. ശരിയായുള്ള ക്രമത്തിലിങ്ങനെ എഴുതാം. Chester told his mother that he did not want to go to school. ചെസ്റ്റർ അമ്മയോട് സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. Miss Raccoon said she would share a wonderful secret. മിസ് റാക്കൂൺ ഒരു അത്ഭുതകരമായ രഹസ്യം പങ്കുവെക്കാമെന്ന് പറഞ്ഞു. Miss Raccoon kissed Chester in the middle of his palm. മിസ് റാക്കൂൺ ചെസ്റ്ററിനെ അവന്റെ കൈപ്പത്തിയുടെ നടുവിൽ ചുംബിച്ചു. Chester took his mother's hand and kissed her palm. ചെസ്റ്റർ അമ്മയുടെ കൈ പിടിച്ച് അവളുടെ കൈപ്പത്തിയിൽ ചുംബിച്ചു. Chester danced his way to school as his mother watched. അമ്മ നോക്കി നിൽക്കെ ചെസ്റ്റർ സ്കൂളിലേക്ക് നൃത്തം വെച്ച് നടന്നു. Activity 5. Chester Raccoon doesn't want to go to school. ചെസ്റ്റർ റാക്കൂണിന് സ്കൂളിൽ പോകാൻ താൽപ്പര്യമില്ല. His mother compels him. അവന്റെ അമ്മ അവനെ നിർബന്ധിക്കുന്നു. Here is a part of the conversation that takes place between them. അവർക്കിടയിൽ നടക്കുന്ന സംഭാഷണത്തിന്റെ ഒരു ഭാഗമിതാ. Complete the conversation and role play it. ഈ സംഭാഷണം പൂർത്തിയാക്കി അതിൽ റോൾ പ്ലേ ചെയ്യുക. Chester, Ma, I don't want to go to school. അമ്മേ, എനിക്ക് സ്കൂളിൽ പോകാൻ താൽപ്പര്യമില്ല. Mother, I know, Chester. എനിക്കറിയാം. You like school once you start. ചെസ്റ്റർ, സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് സ്കൂൾ ഇഷ്ടപ്പെടും. Chester, but I want to stay with you. പക്ഷേ ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു. Mother, at school, you'll make new friends and have fun. സ്കൂളിൽ നിനക്ക് പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കാനും ആസ്വദിക്കാനും കഴിയും. Chester, will you miss me? നിങ്ങൾ എന്നെ മിസ് ചെയ്യുമോ? Mother, yes, but I will always be with you in your heart. അതുണ്ട്, പക്ഷേ ഞാൻ എപ്പോഴും നിന്റെ ഹൃദയത്തിൽ നിന്നോടൊപ്പമുണ്ടാകും. Chester, how can you always be with me, Mom? അമ്മേ, നിങ്ങൾക്കെങ്ങനെ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കാൻ കഴിയും? Mother, I'll kiss your hand. When you feel lonely, press it to your cheek and think of me. ഞാൻ നിന്റെ കൈ ചുംബിക്കും. നിനക്ക് ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ആ കൈ നിന്റെ കവിളിലമർത്തി എന്നെപ്പറ്റി ചിന്തിക്കുക. Chester, oh, that sounds nice. I'll think of you every time. ഓ, അത് നന്നായി തോന്നുന്നു. ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളെ ഓർക്കും. Mother, now you're ready. I'm proud of you. ഇപ്പോൾ നീ റെഡിയായി. ഞാൻ നിന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു. Activity 6. Chester and his mother visit the office of the school. ചെസ്റ്റർ തന്റെ അമ്മയോടൊപ്പം സ്കൂളിന്റെ ഓഫീസിൽ ചെന്നു. Chester looks around. ചെസ്റ്റർ ചുറ്റും നോക്കുന്നു.
Here is what he sees. അവൻ കാണുന്നത് ഈ ചിത്രത്തിൽ കാണുന്നതെല്ലാമാണ്. Describe it. ഈ ചിത്രം വിവരിക്കുക. Chester and his mother walk into the school office. ചെസ്റ്ററും അമ്മയും സ്കൂൾ ഓഫീസിലേക്ക് നടന്നു. He sees a few raccoons sitting at desks, working quietly. മേശപ്പുറത്ത് നിശബ്ദമായി ജോലി ചെയ്യുന്ന കുറച്ച് റാക്കൂണുകളെ അവൻ കാണുന്നു. One raccoon, the headmaster, at a big desk, is talking to his mom. ഒരു വലിയ മേശയിലിരുന്ന് ഹെഡ്മാസ്റ്റർ അമ്മയോട് സംസാരിക്കുന്നു. On his desk there are some pens, a book and a bell. അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് കുറച്ച് പേനകളും ഒരു പുസ്തകവും ഒരു ബെല്ലുമുണ്ട്. On the wall, there's a sign that says ABC School and a clock showing the time. ചുമരിൽ എ.ബി. സിസ് സ്കൂൾ എന്നെഴുതിയ ഒരു ബോർഡും സമയം കാണിക്കുന്ന ഒരു ക്ലോക്കുമുണ്ട്. A fan spins above them. അവരുടെ മുകളിൽ ഒരു ഫാൻ കറങ്ങുന്നു. And a small trash can is placed near the desk. മേശക്കടുത്ത് ഒരു ചെറിയ ചവറ്റുകുട്ടിയുണ്ട്. A colorful rug lies on the floor near where they stand. അവർ നിൽക്കുന്നിടത്ത് തറയിൽ ഒരു നല്ല കളറിലുള്ള ഒരു പരവതാനി വിരിച്ചിരിക്കുന്നു. The office feels busy but friendly. ഓഫീസ് തിരക്കേറിയതാണെങ്കിലും സൗഹൃദപരമാണ്. Activity 7. Chester comes to the class and sits on the front bench. ചെസ്റ്റർ ക്ലാസ്സിൽ വന്ന് മുൻബെഞ്ചിലിരിക്കുന്നു. His teacher comes and introduces herself. അവന്റെ അധ്യാപിക വന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. She asks the students to introduce themselves. അവര് വിദ്യാർത്ഥികളോട് സ്വയം പരിചയപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. Chester stands up and introduces himself. ചെസ്റ്റർ എഴുന്നേറ്റ് നിന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. Here is his self-introduction. അവന്റെ സ്വയം പരിചയപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു. Myself. Good morning, dear friends. സുപ്രഭാതം പ്രിയ സുഹൃത്തുക്കളെ. I'm Chester Raccoon. ഞാൻ ചെസ്റ്റർ റാക്കൂൺ. I'm from the forest. ഞാൻ കാട്ടിൽ നിന്നുള്ളയാളാണ്. My father is Mr. Raccoon. എന്റെ അച്ഛൻ മിസ്റ്റർ റാക്കൂൺ. My mother is Chelsea Raccoon. എന്റെ അമ്മ ചെൽസ റാക്കൂൺ. I love my parents. എനിക്ക് എന്റെ മാതാപിതാക്കളെ ഇഷ്ടമാണ്. I like running, jumping and playing. എനിക്ക് ഓടാനും ചാടാനും കളിക്കാനും ഇഷ്ടമാണ്. I would like to get new friends here. ഇവിടെ പുതിയ സുഹൃത്തുക്കളെ കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Now introduce yourself to the class. ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തൂ. How will you introduce yourself? നിങ്ങൾ എങ്ങനെ നിങ്ങളെത്തന്നെ പരിചയപ്പെടുത്തും? You may write in the space provided. താഴെ നൽകിയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കെഴുതാം. ഇവിടെ 3 ഉദാഹരണങ്ങൾ ഞാൻ നൽകാം. ഇഷ്ടമുള്ളതെടുത്തെഴുതാം. Sample 1. Good morning, everyone. My name is Dilna. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്റെ പേര് ദിൽന. I live in Rose Garden Street. ഞാൻ റോസ് ഗാർഡൻ സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്. My father is Mr. Salim. എന്റെ പിതാവ് മിസ്റ്റർ സലിം. And my mother is Mrs. Rehana. എന്റെയുമ്മ മിസ്സസ് രഹന. I have a little brother. എനിക്കൊരു ചെറിയ സഹോദരനുണ്ട്. I like drawing, reading, and playing with my friends. എനിക്ക് വരക്കാനും വായിക്കാനും എന്റെ സുഹൃത്തുക്കളോടൊപ്പം കളിക്കാനും ഇഷ്ടമാണ്. I am happy to meet you all and want to make new friends. നിങ്ങളെയെല്ലാം കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. Sample 2. Abhay. Hello friends, I'm Abhay. I come from Green Hill area. ഹലോ സുഹൃത്തുക്കളെ, ഞാൻ അഭയ്. ഞാൻ ഗ്രീൻ ഹിൽ ഏരിയയിൽ നിന്നാണ് വരുന്നത്. My father is a police officer. എന്റെ അച്ഛൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. And my mother is a homemaker. എന്റെ അമ്മ ഒരു വീട്ടമ്മയാണ്. I enjoy cycling, watching cartoons, and playing cricket. സൈക്ലിംഗ്, കാർട്ടൂണ് കാണൽ, ക്രിക്കറ്റ് കളിക്കൽ എന്നിവ എനിക്കിഷ്ടമാണ്. I'm excited to be in this class and hope we all have a great time together. ഈ ക്ലാസ്സിൽ പഠിക്കാൻ എനിക്ക് താൽപ്പര്യമുണ്ട്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു മികച്ച സമയം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. Sample 3. Good morning, teacher and friends. My name is Ravi. I live in Sunrise Apartments.
ഞാൻ സൺറൈസ് അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. My father is Mr. Mohan, and my mother is Mrs. Lakshmi. എന്റെ അച്ഛൻ മിസ്റ്റർ മോഹൻ, എന്റെ അമ്മ മിസ്സിസ് ലക്ഷ്മി. I like reading comics, running, and playing chess. എനിക്ക് കോമിക്സ് വായിക്കാനും ഓടാനും ചെസ് കളിക്കാനും ഇഷ്ടമാണ്. I look forward to learning new things and making good friends here. ഇവിടെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. Activity 8. When Chester and his mother reach school, they happen to see a notice board. ചെസ്റ്ററും അമ്മയും സ്കൂളിലെത്തിയപ്പോൾ അവിടെ ഒരു നോട്ടീസ് ബോർഡ് കാണാനിടയായി. Let's read the notice. നമുക്ക് അതിലുള്ള ഒരു നോട്ടീസ് വായിക്കാം. സ്കൂളില് ചെയ്യാന് പറ്റുന്നതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളാണ് ആ നോട്ടീസിലുള്ളത്. Imagine one of your teachers is on leave. നിങ്ങളുടെ അധ്യാപകരിൽ ഒരാൾ അവധിയിലാണെന്ന് സങ്കൽപ്പിക്കുക. Write down the do's and don'ts to be observed in your class in the absence of the teacher. ആ ടീച്ചറുടെ അഭാവത്തിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പാലിക്കേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ എഴുതിവെക്കുക. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങള്. Complete pending assignments. ചെയ്യാന് ബാക്കിയായ അസൈൻമെന്റുകൾ പൂർത്തിയാക്കുക. Help classmates with studies. സഹപാഠികളെ പഠനത്തിൽ സഹായിക്കുക. Maintain silence and discipline. നിശബ്ദതയും അച്ചടക്കവും പാലിക്കുക. Read books or revise lessons. പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ പാഠങ്ങൾ ആവർത്തിച്ചു വായിക്കുക. Keep the classroom clean and tidy. ക്ലാസ് മുറി വൃത്തിയായി സൂക്ഷിക്കുക. Cooperate with classmates. സഹപാഠികളുമായി സഹകരിക്കുക. Don'ts. ഇനി ചെയ്യരുതാത്ത കാര്യങ്ങള്. Don't make loud noises or run around. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയോ ഓടുകയോ ചെയ്യരുത്. Don't waste time on unnecessary things. അനാവശ്യമായ കാര്യങ്ങളിൽ സമയം പാഴാക്കരുത്. Don't fight or argue with classmates. സഹപാഠികളുമായി വഴക്കിടുകയോ തർക്കിക്കുകയോ ചെയ്യരുത്. Don't damage school property. സ്കൂളിലെ വസ്തുക്കൾക്ക് കേടുപാടുകൾ വരുത്തരുത്. Don't use mobile phones or other gadgets. മൊബൈൽ ഫോണുകളോ മറ്റ് ഗാഡ്ജറ്റുകളോ ഉപയോഗിക്കരുത്. Don't leave the classroom without permission. അനുവാദമില്ലാതെ ക്ലാസ് മുറി വിട്ടുപോകരുത്. Activity 9. Read the following sentences from the story and note the words underlined. കഥയിലെ താഴെ പറയുന്ന വാക്യങ്ങൾ വായിച്ച് അടിവരയിട്ട വാക്കുകൾ ശ്രദ്ധിക്കുക. I want to play with my friends. എനിക്ക് എന്റെ സുഹൃത്തുക്കളോടൊപ്പം കളിക്കണം. സുഹൃത്തുക്കൾക്കൊപ്പം എന്ന അർത്ഥം കിട്ടാനാണ് വിത് എന്നുപയോഗിച്ചിരിക്കുന്നത്. I want to swing on the swing. എനിക്ക് ഊഞ്ഞാലിൽ ആടണം. ഊഞ്ഞാലില് എന്ന സ്ഥാനം സൂചിപ്പിക്കാനാണ് ഓൺ ഉപയോഗിച്ചത്. I don't want to go to school. എനിക്ക് സ്കൂളിൽ പോകാൻ താൽപ്പര്യമില്ല. എവിടേക്ക് പോകാനാണ് താൽപ്പര്യമില്ലാത്തത്? സ്കൂളിലേക്ക് പോകാന്. ഇവിടെ സ്കൂളിന്റെ കൂടെ അറ്റു എന്നുപയോഗിച്ചിട്ടുണ്ട്. Chester felt his mother's kiss rush from his hand. ചെസ്റ്ററിന് തന്റെ കൈയിൽ നിന്ന് അമ്മയുടെ ചുംബന പ്രവാഹം അനുഭവപ്പെട്ടു. കൈയില് നിന്നും എന്നു സൂചിപ്പിക്കാനാണ് ഫ്രം എന്ന വാക്ക് ഹാൻഡ് എന്ന വാക്കിനു മുമ്പേ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേപോലെ ഉപയോഗിക്കുന്ന വാക്കുകളെ പ്രിപ്പൊസിഷൻ എന്നു പറയും. Pick out a few similar sentences from the story and write them down below. കഥാഭാഗത്തുനിന്നും ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് വാക്യങ്ങൾ എടുത്തെഴുതാം. ഇവിടെ 13 വാചകങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കേതാനും വാക്യങ്ങൾ എടുത്തെഴുതാം. Chester Raccoon stood at the edge of the forest and cried, I want to stay home with you. You can read new books and swing on new swings. I learned it from my mother. She kissed Chester right in the middle of his palm. Even his silky black mask tingled with a special warmth. She took Chester's hand and carefully wrapped his fingers around the kiss. When you open your hand to wash after having food, the kiss will stick. His mother's love would go with him wherever he went. Chester stood in front of his school and looked thoughtful. Chester took his mother's hand in his own. He unfolded her large, familiar fingers into a fan. Miss Raccoon watched Chester scamper across a tree limb and enter the school. Activity 10. Here is a conversation between Chester Raccoon and his class teacher.
ചെസ്റ്റർ റാക്കൂണും ക്ലാസ് ടീച്ചറും തമ്മിലുള്ള ഒരു സംഭാഷണമിതാ. Read and supply the missing words. ഇത് വായിച്ച് വിട്ടുപോയ വാക്കുകള് ബ്രാക്കറ്റിൽ നിന്നും കൂട്ടിച്ചേർക്കുക. വാക്കുകള് വിട്ട ഭാഗം മാത്രം വായിക്കാം. With, to, from, in, Chester, and from the forest. ഞാൻ കാട്ടിൽ നിന്നാണ്. It's a nice place. അതൊരു നല്ല സ്ഥലമാണ്. ഫ്രം എന്ന വാക്കാണ് ഇവിടെ യോജിച്ചത്. Teacher, well, what do you like to do in the forest? ശരി, നിങ്ങൾക്ക് കാട്ടിൽ എന്തു ചെയ്യാനാണിഷ്ടം? ഇവിടെ കാടിനകത്ത് എന്നു പറയാന് ഇൻ ദ ഫോറസ്റ്റ് എന്നു പറയണം. Chester, I like playing hide and seek with my friends. എന്റെ സുഹൃത്തുക്കളോടൊപ്പം ഒളിച്ചു കളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. വിത് എന്ന വാക്കാണിവിടെ ഉപയോഗിക്കേണ്ടത്. Teacher, that's great, Chester. When will you go to your house? അത് കൊള്ളാം, ചെസ്റ്റർ. എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്? വീട്ടിലേക്ക് എന്ന് പറയാനിവിടെ അറ്റു എന്ന വാക്കുപയോഗിച്ചിരിക്കുന്നു. Activity 11. The following is the diary entry of Anu. ഐനുവിന്റെ ഡയറിക്കുറിപ്പ് താഴെ കൊടുക്കുന്നു. There are some errors in it. അതിൽ ചില പിശകുകളുണ്ട്. Read and edit it. അത് വായിച്ച് എഡിറ്റ് ചെയ്യുക. I went to a store to buy some fruits. ഞാൻ കുറച്ച് പഴങ്ങൾ വാങ്ങാൻ ഒരു കടയിൽ പോയി. I saw a big orange on the shelf and decided to buy it. ഷെൽഫിൽ ഒരു വലിയ ഓറഞ്ച് കണ്ടു. അത് വാങ്ങാൻ തീരുമാനിച്ചു. I met my friend at the store. ഞാൻ എന്റെ സുഹൃത്തിനെ കടയിൽ വെച്ച് കണ്ടു. My friend invited me to go to the park. എന്റെ സുഹൃത്ത് എന്നെ പാർക്കിൽ പോകാൻ ക്ഷണിച്ചു. And I went with her. ഞാൻ അവളോടൊപ്പം പോയി. We sat on a bench and ate the orange together. ഞങ്ങൾ ഒരു ബെഞ്ചിൽ ഇരുന്ന് ഓറഞ്ച് ഒരുമിച്ച് കഴിച്ചു. I threw the orange peel in the garbage. ഞാൻ ഓറഞ്ച് തൊലി ചപ്പുചവറിലേക്കെറിഞ്ഞു. Activity 12. Read the sentences from the story and split them into two. കഥയിലെ വാക്യങ്ങൾ വായിച്ച് അവയെ രണ്ടായി വിഭജിക്കുക. One has been done for you. ഒന്ന് നിങ്ങൾക്കായി ചെയ്തിരിക്കുന്നു. 1. You'll make new friends and play with new toys. നിങ്ങൾ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുകയും പുതിയ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കുകയും ചെയ്യും. ഈ സെന്റൻസിനെ രണ്ട് ഭാഗങ്ങളാക്കി വിഭജിക്കാം. അപ്പോൾ കിട്ടുന്ന വാക്യങ്ങൾ താഴെ പറയുന്നവയാണ്. You'll make new friends. You'll play with new toys. ഒന്നാമത്തേത്, നിങ്ങൾ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കും. രണ്ടാമത്തെ വാക്യം, നിങ്ങൾ പുതിയ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കും. 2. You can read new books and swing on new swings. നിങ്ങൾക്ക് പുതിയ പുസ്തകങ്ങൾ വായിക്കാനും പുതിയ ഊഞ്ഞാലുകളിൽ ആടാനും കഴിയും. ഈ വാചകം താഴെ നൽകിയതുപോലെ വിഭജിക്കാം. You can read new books. You can swing on new swings. ഈ വാചകം താഴെ നൽകിയതുപോലെ വിഭജിക്കാം. നിങ്ങൾക്ക് പുതിയ പുസ്തകങ്ങൾ വായിക്കാനും കഴിയും. നിങ്ങൾക്ക് പുതിയ ഊഞ്ഞാലുകളിൽ ആടാനും കഴിയും. 3. She took Chester's hand and carefully wrapped his fingers. അവൾ ചെസ്റ്ററിന്റെ കൈയെടുത്ത് അവന്റെ വിരലുകൾ ശ്രദ്ധാപൂർവം പൊതിഞ്ഞു. She took Chester's hand. She carefully wrapped his fingers. ഈ വാചകത്തെയും നമുക്ക് രണ്ടാക്കി ഭാഗിക്കാം. അവൾ ചെസ്റ്ററിന്റെ കൈ പിടിച്ചു. അവൾ അവന്റെ വിരലുകൾ ശ്രദ്ധാപൂർവം പൊതിഞ്ഞു. Read the passage given below and split the sentences. താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ച് വാക്യങ്ങൾ വിഭജിക്കുക. A curious raccoon lived in the woods and it liked to explore new places. ജിജ്ഞാസുവായ ഒരു റാക്കൂൺ കാട്ടിൽ താമസിച്ചിരുന്നു. പുതിയ സ്ഥലങ്ങളിലെ യാത്ര ചെയ്യാൻ അതിഷ്ടപ്പെട്ടു. One day, it found a shiny object and decided to take it back to its cozy den. ഒരു ദിവസം അത് തിളങ്ങുന്ന ഒരു വസ്തു കണ്ടെത്തി അതിനെ തന്റെ സുഖകരമായ ഗുഹയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. It placed the object on a soft bed of leaves and stared at it with wonder. റാക്കൂണ് വസ്തുവിനെ മൃദുവായ ഇലകളുടെ കിടക്കയിൽ വയ്ക്കുകയും അത്ഭുതത്തോടെ അതിനെ നോക്കുകയും ചെയ്തു. The raccoon's eyes sparkled and it had discovered a beautiful toy. റാക്കൂണിന്റെ കണ്ണുകൾ തിളങ്ങി, അത് മനോഹരമായ ഒരു കളിപ്പാട്ടം കണ്ടെത്തിയിരിക്കുന്നു. 1. A curious raccoon lived in the woods. കാര്യങ്ങളറിയാന് ജിജ്ഞാസയുള്ള ഒരു റാക്കൂൺ കാട്ടിൽ താമസിച്ചിരുന്നു. It liked to explore new places. പുതിയ സ്ഥലങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ അതിഷ്ടപ്പെട്ടു. 2.
One day, it found a shiny object. ഒരു ദിവസം അത് തിളങ്ങുന്ന ഒരു വസ്തു കണ്ടെത്തി. It decided to take it back to its cozy den. അത് അതിന്റെ സുഖകരമായ ഗുഹയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. 3. It placed the object on a soft bed of leaves. അത് വസ്തുവിനെ മൃദുവായ ഇലകളുടെ കിടക്കയിൽ വെച്ചു. It stared at it with wonder. അത് അത്ഭുതത്തോടെ അതിനെ നോക്കി. 4. The raccoon's eyes sparkled. റാക്കൂണിന്റെ കണ്ണുകൾ തിളങ്ങി. It had discovered a beautiful toy. അത് മനോഹരമായ ഒരു കളിപ്പാട്ടം കണ്ടെത്തി. Activity 13. Crossword puzzle. Shall we play with words? വാക്കുകൾ ഉപയോഗിച്ച് കളിച്ചാലോ? Complete the crossword puzzle using the clues given below. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് ക്രോസ്വേഡ് പസിൽ പൂർത്തിയാക്കുക. Across. 1. Move or cause to move back and forth. 5 letters. മുന്നോട്ടും പിന്നോട്ടും നീങ്ങുകയോ നീങ്ങാൻ ഇടയാക്കുകയോ ചെയ്യുക. 5 അക്ഷരങ്ങളുണ്ടാകും ഈ വാക്കില്. Answer. Swing. 5. To run or move quickly with light steps. 7 letters. നേരിയ ചുവടുകളോടെ ഓടുകയോ വേഗത്തിൽ നീങ്ങുകയോ ചെയ്യുക. 7 അക്ഷരങ്ങളാണ് ഈ വാക്കിലുള്ളത്. Answer. Scamper. 7. Giving a feeling of ease and well-being. 4 letters. സുഖവും ക്ഷേമവും അനുഭവപ്പെടുക. 4 അക്ഷരങ്ങൾ വേണം ഇവിടെ. Answer. Cozy. Down. 2. To cover or enclose in paper or soft material. 4 letters. കടലാസിലോ മൃദുവായ മെറ്റീരിയലിലോ മൂടുകയോ അടക്കുകയോ ചെയ്യുക. 4 അക്ഷരങ്ങൾ വേണം. Answer. Wrap. 3. Rub something gently with the nose, as if to show affection. 6 letters. വാത്സല്യം പ്രകടിപ്പിക്കുന്നതുപോലെ മൂക്കുകൊണ്ട് എന്തെങ്കിലും മൃദുവായി തടവുക. 6 അക്ഷരങ്ങളാണ് വേണ്ടത്. Answer. Nuzzle. 4. Frightening, causing fear. 5 letters. ഭയപ്പെടുത്തുന്ന, ഭയമുളവാക്കുന്ന 5 അക്ഷരങ്ങൾ വേണം. Answer. Scary. 6. An object that is made for a child to play with. 3 letters. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു വസ്തു. 3 അക്ഷരങ്ങളുണ്ട് ഈ വാക്കില്. Answer. Toy. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.